പുലിമുരുകന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയ നാൾ മുതൽ ട്രെയിലറിലെ മോഹൻലാലിന്റെ ആക്ഷൻ രംഗങ്ങൾ കണ്ട് ഏവരും അമ്പരന്നിരിക്കുകയാണ്. പലർക്കും ഇത് കണ്ട് സംശയമുദിച്ചു. ഇതെല്ലാം മോഹൻലാൽ തന്നെ ചെയ്തതാണോ അതോ ഡ്യൂപ്പോ? ഇതോടെ ഹേറ്റേഴ്സും എതിർചേരിയിലെ ചില ഫാൻസും സടകുടഞ്ഞെണീറ്റു. ഇത് പുലിമുരുകനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ഒരു ആയുധമാക്കി മാറ്റി സോഷ്യൽ മീഡിയയെ. ഇതിനുള്ള പ്രധാന കാരണമായി ഇവർ ചൂണ്ടിക്കാട്ടിയത് പുലിമുരുകനിൽ ആക്ഷൻ സീനുകൾ ചെയ്ത എറിക് ന്യൂവിറ്റ് കള്ളറ്റ് എന്ന ബോളിവുഡ് സ്റ്റണ്ട് താരത്തിന്റെ ചിത്രമായിരുന്നു. കക്ഷി ലാലേട്ടന്റെ കോസ്റ്റ്യൂമിൽ നിൽക്കുന്ന ഫോട്ടോ കണ്ട് ഇദ്ദേഹം മോഹൻലാലിന് വേണ്ടി ഡ്യൂപ്പ് ആവുകയായിരുന്നു എന്ന വ്യാപക പ്രചാരണവും ഉണ്ടായി. പക്ഷേ ഇപ്പോൾ സാക്ഷാൽ എറിക്ക് തന്നെ ഇതിനൊരു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ. ഡ്യൂപ്പ് വിവാദം പടച്ചുവിട്ടവരുടെ മുഖത്തടിക്കും വിധമാണ് എറിക്കിന്റെ പോസ്റ്റിന്റെ മലയാള രൂപം ഇങ്ങനെ: സുഹൃത്തുക്കളെ, മോഹൻലാൽ എന്ന അഭിനേതാവിനെ കുറിച്ചും പുലിമുരുകൻ എന്ന സിനിമയെക്കുറിച്ചും ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് വ്യക്തമായി പറയാൻ ശ്രമിക്കുകയാണ്. അതെ, ഞാൻ ഈ സിനിമയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ജോലി ചെയ്തത്. ഞാൻ ഒരു സ്റ്റണ്ട്മാനാണ്. കഴിഞ്ഞ 12 വർഷമായി ഞാൻ സ്റ്റണ്ട്മാനായി ജോലി ചെയ്യുന്നു, അല്ലാതെ വെറും ഒരു സ്റ്റണ്ട് ഡ്യൂപ്പല്ല. കുറച്ചു മാധ്യമങ്ങൾ ഞാൻ ഫ്രാൻസിൽ നിന്ന് മോഹൻലാലിനെ കാണാനെത്തിയ ആരാധകനാണെന്നും പറഞ്ഞു. അത് തെറ്റാണ്. കാരണം ഞാൻ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ, യൂറോപ്യൻ സിനിമകൾക്ക് വേണ്ടിയാണ്. മോഹൻലാൽ എന്ന നടനെ ഞാൻ ആദ്യമായി കാണുന്നത് പുലിമുരുകൻ സിനിമയുടെ സെറ്റിൽ വെച്ചാണ്. അതുകൊണ്ട് ഞാൻ ആരാണെന്നറിയാതെ എന്നെക്കുറിച്ച് ഓരോ വാർത്തകൾ പോസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ സ്റ്റണ്ട്മാനായ എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇനി മോഹൻലാൽ വിരോധികളോട് ഒരു കാര്യം പറയാം. മോഹൻലാൽ എന്ന ഈ മനുഷ്യനെ ഇന്ന് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് 56 വയസ്സുള്ള ഈ മനുഷ്യൻ സംഘട്ടനം ചെയ്യാൻ ഡ്യൂപ്പിനെ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പുലമ്പുന്നു. ഈ പ്രായമുള്ള നിങ്ങളുടെയൊക്കെ അച്ഛനോ അപ്പൂപ്പനോ ഒക്കെ മോഹൻലാൽ ഈ പ്രായത്തിൽ ചെയ്യുന്ന ഒരു സാഹസിക രംഗമെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അതുപോട്ടെ, അദ്ദേഹത്തെ പരിഹസിക്കാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരായ നിങ്ങൾക്ക് എത്ര പേർക്ക് പറ്റും അദ്ദേഹം ചെയ്യുന്ന പോലെ ഫൈറ്റ് ചെയ്യാൻ? എനിക്കുറപ്പാണ് ഒരുത്തിന് പോലും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പറ്റാത്ത കാര്യം അദ്ദേഹം ചെയ്യുന്നത് കാണുമ്പോൾ അഭിനന്ദിക്കുന്നതിന് പകരം അപമാനിക്കാൻ ശ്രമിക്കുന്നത് വളരെ വലിയ തെറ്റാണ്. പ്രായത്തിൽ മുതിർന്ന ഒരാളെ ആദ്യം ബഹുമാനിക്കാൻ പഠിക്കുക. ബഹുമാനം എന്ന വാക്കിന്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കാൻ പഠിക്കുക. മോഹൻലാലിന്റെ കഴിവുകൾ കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഈ 56-ാം വയസ്സിൽ അദ്ദേഹം ചെയ്യുന്ന ആക്ഷൻ രംഗങ്ങൾ 32 വയസ്സ് പ്രായമുള്ള പ്രൊഫഷണൽ സ്റ്റണ്ട്മാനായ എനിക്ക് പോലും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, 56 വയസ്സുള്ള അദ്ദേഹം ചെയ്യുന്ന പല സാഹസിക രംഗങ്ങളും നമ്മളിൽ പലർക്കും ചെയ്യാൻ സാധിക്കാത്തതാണ്. ഞാൻ ഫൈറ്റ് കൊറിയോഗ്രാഫറായും ഫൈറ്റ് കോർഡിനേറ്ററായും സ്റ്റണ്ട്മാനായും ഒക്കെയാണ് സിനിമയിൽ വർക്ക് ചെയ്യുന്നത്, അല്ലാതെ വെറും ഒരു ഡ്യൂപ്പായി അല്ല. അതുകൊണ്ട് എല്ലാവരും പുലിമുരുകൻ എന്ന ഈ ചിത്രം തിയേറ്ററിൽ പോയി കാണുക. പീറ്റർ ഹീൻ ഒരുക്കിയ അതിശയിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങൾക്ക് സാക്ഷിയാവുക. ഞാനും അത് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തി ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇൻഡസ്ട്രിയുടെ വിസ്മയിപ്പിക്കുന്ന നിമിഷങ്ങൾ കണ്ട് ആസ്വദിക്കുക. ഇതാണ് എറിക് തന്റെ പോസ്റ്റിലൂടെ പറഞ്ഞത്. ഹാർഡ് ടാർഗറ്റ് 2, ദി ഗ്രീൻ ഹോർണറ്റ്, ഡിസ്ട്രിക്ട് 13 അൾട്ടിമേറ്റം, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 6, ദ ട്രാൻസ്പോർട്ടർ റീഫ്യൂൽഡ് തുടങ്ങിയ ഹോളിവുഡ് ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ സ്റ്റണ്ട് താരമാണ് എറിക്. ലാലേട്ടന്റെ പോളണ്ട് ആരാധകൻ ബാർട്ടോസ് സാർനോട്ട ഉൾപ്പെടെ നിരവധി പേർ ഈ പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. 500-ൽ പരം ഷെയറും ഈ പോസ്റ്റിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അപകടകരമായ സ്റ്റണ്ട് സീനുകൾ ഡ്യൂപ്പില്ലാതെ ചെയ്യാൻ പണ്ട് മുതലേ താല്പര്യം കാണിക്കുന്ന നമ്മുടെ മോഹൻലാലിനെ കുറിച്ച് മലയാളികൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊടുക്കാൻ അങ്ങ് ഹോളിവുഡിൽ നിന്നും ഒരാൾ വേണ്ടി വന്നു. പുലിമുരുകനിൽ ലാലേട്ടന് ഡ്യൂപ്പ് വെക്കുന്നതിനെ കുറിച്ച് സംവിധായകൻ വൈശാഖ് പറഞ്ഞത് ഇങ്ങനെ: പുലിമുരുകൻ ഫസ്റ്റ് ഷെഡ്യൂളിൽ കുറച്ച് റിസ്ക്കുള്ള ഫൈറ്റ് സീക്വൻസുകൾ ചെയ്യാൻ ലാൽ സാറിന് ഡ്യൂപ്പിനെ കൊണ്ടുവരാമെന്ന് പീറ്റർ ഹീൻ പറഞ്ഞു. ഒരാൾ വരികയും ചെയ്തു. പക്ഷെ വന്നതിന്റെ പിറ്റേ ദിവസം അയാളെ പീറ്റർ തിരിച്ചുവിട്ടു. അതിനേക്കാൾ പാഷനോടെയും കൃത്യതയോടെയും ലാൽ സാർ ആക്ഷൻ ചെയ്യും. പിന്നെന്തിനാണ് ഒരു പകരക്കാരൻ എന്നാണ് പീറ്റർ ഹീൻ ചോദിച്ചത്. വൈശാഖ് പറയുന്നു, 56-ാം വയസ്സിലും യുവതാരങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ലാലേട്ടൻ ചെയ്യുന്ന ആക്ഷൻ രംഗങ്ങൾ അങ്ങ് ഹോളിവുഡിൽ വരെ വിസ്മയമായി കഴിഞ്ഞു. എന്തിനേയും ഏതിനേയും കുറ്റം പറയുന്ന മലയാളിക്ക് എന്നാണാവോ ഇതൊക്കെ മനസ്സിലാവുക?